ഇന്ത്യയിൽ വൻ ഭീകരാക്രമണത്തിന് ലഷ്കർ-ഇ-തോയ്ബ പദ്ധതിയിടുന്നതായ വിവരങ്ങൾ. ചെങ്കോട്ട ഭീകരാക്രമണത്തിന് ശേഷം അടുത്ത ഭീകരാക്രമണ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ആരാധനാലയങ്ങൾ, ചാന്ദിനി ചൌക്ക് എന്നിവ റഡാറിൽ എന്നാണ് വിവരങ്ങൾ. ചെങ്കോട്ടയ്ക്ക് സമീപം ഭീകരാക്രമണ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ദില്ലിയിൽ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചാന്ദിനി ചൌക്ക് പ്രദേശത്തെ ഒരു ക്ഷേത്രം തീവ്രവാദികൾ ലക്ഷ്യമിട്ടേക്കാമെന്നും വൃത്തങ്ങൾ സൂചന നൽകുന്നു. വാർത്താ ഏജൻസികൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നൽകുന്നത്. ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളും ചാന്ദിനി ചൌക്കിന്റെ ചില ഭാഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രധാന മതസ്ഥലങ്ങൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ നിരീക്ഷണത്തിലാണെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. ചാന്ദിനി ചൌക്ക് പ്രദേശത്തെ ഒരു ക്ഷേത്രം ലക്ഷ്യമിട്ടാണ് സംഘം ആക്രമണം നടത്താൻ ഗൂഢപദ്ധതിയിടുന്നത് എന്നും സംശയിക്കപ്പെടുന്നു. ഫെബ്രുവരി 6 ഇസ്ലാമാബാദിൽ ഒരു പള്ളിയിൽ നടന്ന സ്ഫോടനത്തിന്റെ പ്രതികാരം ചെയ്യാനാണ് സംഘടന ശ്രമിക്കുന്നതെന്നും ഇന്ത്യയിൽ ഒരു വലിയ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്നും വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ സ്ഫോടന മുന്നറിയിപ്പ്. ചാന്ദിനി ചൌക്കിൽ ഒരു ക്ഷേത്രം തീവ്രവാദികൾ ലക്ഷ്യമിട്ടേക്കാം. ലഷ്കർ-ഇ-തോയ്ബ IED ആക്രമണം ആസൂത്രണം ചെയ്യുന്നു എന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. ഫെബ്രുവരി 6 പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന പള്ളി സ്ഫോടനത്തിന് പ്രതികാരം ചെയ്യുന്നതിനായിട്ടാണ് ഇന്ത്യയിൽ ഒരു വലിയ ഭീകരാക്രമണം ക്ഷേത്രങ്ങൾ ആസൂത്രണം ചെയ്ത് അവർ ചെയ്യുന്നത്. രാജ്യത്തെ പ്രമുഖ മതസ്ഥലങ്ങൾ ഇപ്പോഴും ഗ്രൂപ്പിന്റെ നിരീക്ഷണത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു. ആരോപിക്കപ്പെടുന്ന ഗൂഢാലോചനയുടെ കൃത്യമായ വിവരങ്ങൾ അധികൃതർ പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല. ദേശീയ തലസ്ഥാനത്തെ സെൻസിറ്റീവ് സ്ഥലങ്ങളിലും പരിസരങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. 2025 നവംബർ 10 ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയ്ക്ക് സമീപം മാരകമായ ഒരു കാർ സ്ഫോടനത്തിൽ 15 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1 സമീപം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാറിൽ നിന്നാണ് സ്ഫോടനമുണ്ടായത്. സമീപത്തുള്ള നിരവധി വാഹനങ്ങൾക്ക് തീപിടിച്ചു. ആ കേസിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി കൈകാര്യം ചെയ്യുകയാണ്. 2025 നവംബറിലെ ദില്ലി സ്ഫോടന കേസിലെ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനായി ഫെബ്രുവരി 13 പട്ടേല ഹൌസ് കോടതിയിലെ പ്രത്യേക NIA കോടതി അന്വേഷണ കാലയളവ് 45 ദിവസത്തേക്ക് കൂടി നീട്ടിയിരുന്നു. അന്വേഷണം പൂർത്തിയാക്കാൻ NIA 90 ദിവസത്തെ കാലാവധി നീട്ടി നൽകിയിരുന്നു. 7 പ്രതികളുടെയും ജുഡീഷ്യൽ കസ്റ്റഡി മാർച്ച് വരെ കോടതി നീട്ടിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ വിലയിരുത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുമെന്ന് തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ അറിയിക്കുന്നത്. നവംബർ 10 ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ ബോംബാക്രമണത്തിന് ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും പുതിയ ഭീകരാക്രമണ മുന്നറിയിപ്പ് വരുന്നത്. സമീപ വർഷങ്ങളിൽ തലസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഹുണ്ടായി i20യെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ കുറഞ്ഞത് 15 പേർ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമീപത്തുള്ള നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു. അമോണിയം നൈട്രേറ്റ് അധിഷ്ഠിത സ്ഫോടക വസ്തുക്കളാണ് സ്ഫോടനത്തിൽ ഉപയോഗിച്ചതെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി. ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഡോക്ടറായ ഉമർ മുഹമ്മദ് എന്ന ഉമർ നബിയാണ് വാഹനത്തിന്റെ ഡ്രൈവർ എന്ന അന്വേഷണ ഏജൻസികൾ പിന്നീട് തിരിച്ചറിഞ്ഞു. അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത മനുഷ്യാവശിഷ്ടങ്ങളുടെ DNA വിശകലനം സ്ഫോടന സമയത്ത് വാഹനത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. അയൽ രാജ്യമായ ഹരിയാനയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഭീകര സംഘടനയുമായി അന്വേഷകർ അദ്ദേഹത്തെ ബന്ധപ്പെടുത്തി. ഫരീദാബാദിൽ നിന്ന് സുരക്ഷാ ഏജൻസികൾ ഏകദേശം 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും ഡോക്ടർ മുസമിൽ, ഡോക്ടർ ആദിൽ റാത്തർ തുടങ്ങിയവരുടെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സ്ഫോടനം നടന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം ഉമർ വാഹനം അകാലത്തിൽ പൊട്ടിത്തെറിച്ചതായിട്ടാണ് വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ പുതിയ രണ്ടാമത്തെ ഒരു ഭീകര ആക്രമണ മുന്നറിയിപ്പ് വരുമ്പോൾ വളരെ ജാഗ്രതയിലാണ് തലസ്ഥാനം. ഇനിയൊരു ഭീകരാക്രമണം ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയിലാണ് ഇപ്പോൾ തലസ്ഥാന നഗരത്തിൽ. ലഷ്കർ-ഇ-തോയ്ബ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അത്തരം സൂചനകളുള്ള മതസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ഇപ്പോൾ കർശനമായ നിരീക്ഷണത്തിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.